ഹായ് അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണോ? പിന്നെ എന്താ രാവിലെ എല്ലാവരെയും വീട്ടിൽ സ്പെഷ്യൽ എന്താണ്? ചായയൊക്കെ കുടിച്ചോ? നമ്മളിതാ രാവിലത്തെ ഒരു അങ്കാട്ടോ. അപ്പോൾ എന്താ പറയുക, ആദ്യം വിചാരിച്ചു എന്താ പറയുക കുറച്ച് കപ്പ കിട്ടിയെങ്കിൽ അത് പുഴുങ്ങാം, മത്തിക്കറിയും കപ്പയും എന്നൊക്കെ വിചാരിച്ചേ. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെ നിന്നു. പിന്നെ ആ വീട്ടിലുള്ളവർ പറഞ്ഞില്ലക്ക് ചപ്പാത്തി മതി, കപ്പ വേണ്ടാന്ന്. ചപ്പാത്തി നമുക്കൊരു പണിയാണ്, കാരണം കപ്പാകുമ്പോൾ 2 വെട്ടും വെട്ടി അടുപ്പത്തേക്ക് വെച്ചാൽ മതിയല്ലോ. പക്ഷെ ചപ്പാത്തി ഇങ്ങനെയല്ല, ഇതിലിക്കിടുന്നത് അങ്ങനെ അങ്കവും കുസ്തിയൊക്കെ പിടിക്കണ്ടേ, ഇത് വലിയൊരു പണിയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് എന്താക്കി, ഇതിലേക്ക് തന്നെ അങ്ങ് ചപ്പാത്തി തന്നെ ചുടാന്നുള്ള ഇതായിട്ടോ. പിന്നെന്താണ്, എല്ലാവർക്കും എന്താ സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ഇടണേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, പിന്നെ ലൈക്ക് അടിക്കണം. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫോണ് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണ്ടേ, 2 കയ്യിലും ചപ്പാത്തി പൊടി ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ അവിടെ ചാരി വെച്ചാട്ടോ. അങ്ങനെ ചപ്പാത്തി എല്ലാം കൂടി ഞാൻ മസിൽ പ്രയോഗിച്ച് ഈ ഒരു പരിവാക്കി ചെല്ലു കേട്ടോ. ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ എൻ്റെ കൈയിൻ്റെ കുഴ തെറ്റിയെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് പരത്തിയെടുക്കണം. ഫൈനലി ചപ്പാത്തിയുടെ അംഗം കഴിഞ്ഞു. ഒരുവിധം ഭൂപടത്തിലുള്ള എല്ലാ രാജ്യവും ഉണ്ട് തോന്നുന്നു കേട്ടോ ചപ്പാത്തിയിൽ. പിന്നെ നമുക്കിത് കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. മത്തി വാങ്ങാനാണ് പറഞ്ഞത്, പക്ഷേ എന്താ അത് അയിലിയോ മുച്ചുണ്ടോന്നുകൊണ്ട് ആ പണി അത് കുറഞ്ഞിട്ട്. രാവിലെ തന്നെ ഓളായിട്ട് കളിക്കാൻ പോയി തോന്നുന്നുണ്ട് അല്ലേ മിനാല്? അങ്ങനെ ചപ്പാത്തി ഫൈനലി ചുട്ട് കഴിഞ്ഞു. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി ചപ്പാത്തി കേട്ടോ. പരത്തുമുള്ള പോലെ ഒന്നും നോക്കണ്ട. എന്താ വാവാ? പിന്നെ ദേ നമ്മൾ സൂപ്പർ അയിലക്കറിയോ വെച്ചു. അതൊന്ന് കറി വെക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, അന്നപ്പൊക്കെ ഇവിടെ പണ്ടേ ആയി. എന്തുവാ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇതാ എന്താ പറയുക, അരി അടുപ്പത്തിട്ടിരും. പക്ഷേ തീയൊക്കെ നമ്മളെ പുറകെ പോയി കണ്ടോ. എങ്ങോട്ടെങ്കിലും ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ വേഗം അടുപ്പ് കടത്തി തീരും. അങ്ങോട്ടോ മാറിയാൽ തീ കെടും. എന്നിട്ട് ഉണങ്ങിയിട്ടുമില്ല ഈ വിറക്. ഇതാണ്ട ഈ വിറകൊക്കെ നമുക്ക് വെട്ടിയെടുക്കേണ്ടതാണ്. പക്ഷേങ്കിൽ ഇത് മരം മുറിക്കുന്നവർ പറഞ്ഞത് ഇത് ഉണങ്ങിയാൽ വെട്ടാൻ കഴിയൂലെന്ന്. ഞാൻ കുറച്ച് ഈ വിറകൊക്കെ ഞാൻ വെട്ടിയപ്പോൾ തന്നെ എൻ്റെ കൈ പണിയായി. പിന്നെ ഇപ്പോൾ അത് വൈദ്യരെടുത്ത് കൊണ്ടുപോയി ഉയ്യിക്കേണ്ടി വന്ന്. എനിക്ക് കൈക്ക് ഭയങ്കര ഒരു വേദന ഉണ്ട്. അപ്പോൾ അത് വിറക് വെട്ടിയപ്പം പ്രശ്നമായി. പിന്നെ എന്തെല്ലാം എല്ലാവരെയും വിശേഷങ്ങൾ? ഫുഡൊക്കെ ആയിണ്ടോ ഉച്ചക്കേക്കുള്ള? രാവിലത്തെ കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് അടുപ്പിൻ്റെ അടുത്ത് നമുക്ക് കയറാൻ കഴിയൂലല്ലേ. കുറച്ച് മടലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കേട്ടാവട്ടെ. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇതാ പുറകു വശമാണ് ഒന്നായിട്ട് നാശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇവിടെ ഒരു വാഴ ഉണ്ട്, അത് പറിച്ച് നടണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ മെനിയാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാഴക്കൊല വീണ് പോയിന്ന്. അപ്പം അടുപ്പിൻ്റെ അടുത്തുനിന്ന് കയറിയിട്ട് അത് ഇങ്ങോട്ട് പറിക്കണം എന്ന് വിചാരിച്ചു. വെയിലാണ് അവിടെ ഭയങ്കര, കണ്ടോ. ആ ഒരു കന്ന് ഇങ്ങോട്ട് പറിക്കണം എന്ന് വിചാരിച്ചിട്ട് കൈക്കോട്ടുമായിട്ട് ഇറങ്ങിയതാ. വെയിലുകൊണ്ട് ഇങ്ങോട്ട് കയറി കണ്ടോ. ഇത് നമ്മൾ ഇത് പറിച്ച് അങ്ങോട്ടിട്ടെങ്കിലും നടണം.
അത് വെട്ടി നോക്കട്ടെ കിട്ടുമോന്നോ. എടുത്തത് വികാണ്ട് ഇങ്ങെടുത്തിട്ടോ. കോഴിക്കൾ ഓരോ സ്ഥലത്ത് പോയാൽ മുട്ടയിടും. ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ വേറെ, അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി മുട്ടയിടും. കിട്ടിയോ? പൊട്ടിക്കരുതേ. ഉണ്ടോ ഇനി കൊണ്ടക്കുവോ? പൊട്ടിക്കാണ്ടാത്ത കൊണ്ടക്കണേ കേട്ടോ. ഞാനപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചാൽ പൊരിച്ചിങ്ങാനേ ഇപ്പം നടക്കൂല. വെയിൽ കണ്ടോ? അതാ സൂര്യൻ കണ്ട്. ഓ ഞമ്മി എന്ത് വെയില. വെയിലിൻ്റെ മണ്ടയ്ക്ക് ഉച്ചിയിലേക്കാവും തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വൈകുന്നേരം പറിക്കാം. ആ പൊന്നൂസേ, അതിന് ലേശം തീറ്റ എടുത്ത് വാങ്ങി കൊണ്ടേ കൊടുക്ക്. ചെല്ല്, കോയ്മക്ക് ലേശം തീറ്റ ഇട്ട് കൊടുക്ക്. പോയിട്ട് എടുത്തിട്ട് വരും. ആ പാത്രത്തിൽ, ഈ പാത്രത്തിൽ ലേശം തീറ്റ എടുത്തിട്ട് എന്നാ ഒന്നെങ്കിൽ കൊണ്ടുപോടെ, അല്ലെങ്കിൽ ഇത് വരെ തീറ്റ എടുക്കുന്ന എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോടി. ഹലോ, ആര് പിടിച്ചാലും വേണ്ടിയില്ല. അമ്മ കൊണ്ടോട്. എന്നാ പരേ കൊണ്ടുപോയി കൊടുക്കും. അത് മിനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, കോഴി മക്കളൊക്കെ കോഴീനെ എന്തോ പിടിച്ചല്ലേ കീരി പിടിച്ച. രാവിലെ അതേ സ്ഥലത്തുണ്ട് കീരി. ഞാൻ നോക്കുമ്പോൾ വരുന്നു. അപ്പോൾ കീരി പിടിച്ചാന്നുള്ളത് മനസ്സിലായി. എന്തായാലും ആടെ പോയി മുട്ടയിട്ടുണ്ടോ? കണ്ടത്തിൽ കൂടെ ഒക്കെ നിറച്ചും പൊട്ടിട്ടുണ്ടോ? അറിഞ്ഞോളി, കിട്ടണ്ട. കൊണ്ടുപോയി തീറ്റയായിട്ട് കൊടുക്കട്ടോ.